ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബൊഗെയിൻവില്ലയുടെ മഴക്കാല വളപ്രയോഗത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സാധാരണയായി നമ്മൾ മഴക്കാലത്ത് ചെടികൾക്ക്, പ്രത്യേകിച്ച് ബൊഗെയിൻവില്ലയ്ക്കൊന്നും വളങ്ങൾ കൊടുക്കാറില്ല. കാരണം നമ്മുടെ നാടൻ വെറൈറ്റീസൊക്കെ ആണെങ്കിലും മഴ കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാലും അധികം അങ്ങനെ പൂക്കുന്നതായിട്ട് കാണുന്നില്ല. അതിന് നല്ല വെയിലും ചൂടുമൊക്കെ ആണല്ലോ, ആവശ്യമുള്ള ചെടിയാണല്ലോ. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ അധികം പൂവിടുന്നത് കാണാറില്ല. വല്ലപ്പോഴും ചിലപ്പം അങ്ങനെ അപൂർവമായിട്ട് പൂവിട്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഹൈബ്രിഡ് വെറൈറ്റീസ് ചെടികളൊക്കെ ആണെങ്കിലും അത് മഴക്കാലത്ത് മഴ നനയാതെ അതിനെ നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ അതിൽ പൂവിടുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാ കാലത്തും പൂക്കൾ തരുന്നതായിട്ട് കാണുന്നുണ്ട്. മഴ നനയാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇരുണ്ട സ്ഥലത്ത് അതിനെ മഴ നനയാതെ മാറ്റി വെച്ചിട്ട് കാര്യമില്ല. മഴ നനയാതിരിക്കുകയും വേണം, ഒപ്പം നല്ല പ്രകാശം ലഭിക്കുകയും വേണം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ അതിനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പൂക്കൾ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ വളങ്ങളും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേനൽക്കാലത്തുണ്ടാകുന്ന ഏകദേശം അത്രയും തന്നെ പൂക്കൾ നമുക്ക് ഈ മഴക്കാലത്തും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. എൻ്റെ ചെടികളിലൊക്കെ അങ്ങനെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞാൻ സാധാരണയായി 2 രീതിയിലുള്ള വളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതായത് കെമിക്കലും ഓർഗാനിക്കും ഉപയോഗിക്കാറുണ്ട്. ഇന്ന് നമുക്ക് ജൈവ രീതിയിൽ എങ്ങനെ വളങ്ങൾ കൊടുക്കാവുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ രീതി ഫോളോ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഞാൻ തയ്യാറാക്കുന്ന വളമെന്ന് പറയുന്നത് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഈ 3 തുല്യ അളവിൽ, അതായത് 1:1:1 എന്ന റേഷ്യോയിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അതിൻ്റെ കൂടെ ഒരല്പം സാഫ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ഫംഗൽ ഇൻഫെക്ഷനൊന്നും ഉണ്ടാവാതിരിക്കാനാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് മണ്ണിൽ നല്ല ഈർപ്പമുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാഫ് കൂടെ ചേർത്ത് കൊടുക്കണം. എന്ത് നമ്മൾ മണ്ണിൽ ചെയ്യുമ്പോഴും അതിനോടല്പം സാഫ് കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെടികളുടെ ചുവട്, അതായത് മേൽഭാഗം നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചട്ടിക്ക് നമുക്ക് ഒരു പിടി എന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. ഈ വളം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മണ്ണ് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കുക. നമുക്കൊരു 2-3 ദിവസം അടുപ്പിച്ച് നനച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്നിടവിട്ട ദിവസങ്ങളിലോ 2 ദിവസം കൂടുമ്പോഴോ നമ്മൾ നനവ്, ചട്ടിയിലെ ഈർപ്പം നോക്കിയതിന് ശേഷം മാത്രം നനച്ചു കൊടുക്കുക. മഴക്കാലം ആയതുകൊണ്ട് ഒരു ദിവസം വെള്ളം ഒഴിച്ചാൽ തന്നെ 2-3 ദിവസമൊക്കെ ഈർപ്പം ഉണ്ടാകും. അപ്പോൾ അത് ശ്രദ്ധിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ രീതി പിന്തുടർന്നിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.